പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഷാജിദ ഷാജി എന്ന് പറയുന്ന യൂട്യൂബറുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. എന്തായാലും ഇത് ചെയ്യാൻ ഞാൻ നിർബന്ധിതയായതുകൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് പിന്നെയും കണ്ടു. അവരുടെ ലൈഫുമായി ബന്ധപ്പെട്ടിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ലൈവും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളും ഇന്ന് വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ യൂട്യൂബേഴ്സിൻ്റെ ഇടയിലും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാനും വിചാരിച്ചത്. എന്തിനാണ് വെറുതെയെങ്കിലും എന്താണ് ഫുൾ നെഗറ്റീവാണ് അവരെ എന്ന് വെച്ചാൽ അവരെ പാട്ടിന് വിട്ടുകൂടി എന്നാണ് എനിക്ക് അതൊക്കെ കാണുമ്പോൾ പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ മനസ്സിൻ്റെ ആ ഒരു വല്ലാത്തൊരു വിഷമം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. എന്തിനാണ് എല്ലാവരും അവരെ ഇങ്ങനെ കൊത്തിപ്പറിക്കുന്നത്? 5 മക്കളെയും എന്താണ് കൈവിടാതെ അവർ കൂടെ തന്നെ കൊണ്ടു നടക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കിക്കൂടെ? അവർ ജീവിക്കാനും ആ കുട്ടികളെ നോക്കാനും വേണ്ടിയിട്ടാണ് അവർ ഈ പെടാപ്പാടൊക്കെ പെടുന്നതെന്ന് മനസ്സിലാക്കിക്കൂടെ? നിങ്ങൾ ഈ റിയാക്ഷൻ ഞാനടക്കമായാലും നമ്മളെല്ലാവരും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത്, നമ്മൾ കണ്ടന്റ് ഇടുന്നതും ഒക്കെ നമുക്ക് റീച്ച് കിട്ടുന്നതിനും അതുപോലെ തന്നെ എന്താണ് ഏണിങ്സിനൊക്കെ വേണ്ടി തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. അതുപോലെയാണ് അവരും അതിനു വേണ്ടി തന്നെയാണ് അവരും ചെയ്യുന്നത് അല്ലേ? അത് അവരുടെ ഒരു തൊഴിലാണ്, നമ്മുടെയും തൊഴിൽ തന്നെയാണ്. അത് ഇത്രയും പരത്തിയിട്ട് അവരെ അത്രയും മോശമായ രീതിയിലൊക്കെയുള്ള റിയാക്ഷൻ വീഡിയോ ഒക്കെ കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ആ പറയുന്നത് അവരുടെ എന്താണ് കുടുംബത്തിൽ അവരുടെ ഉമ്മയായാലും അവർ നാളെ അവർ രണ്ടുപേരും നന്നാവും അല്ലേ? അവർ രണ്ടുപേരും ഉമ്മയും മോളും എന്ത് തന്നെയായാലും എപ്പോഴായാലും ഒന്നാവും അല്ലേ? ഇപ്പോൾ അവർ ചെറിയൊരു വഴക്കുണ്ടെങ്കിൽ അവരെന്നായാലും ഒന്നാവും. അതാണ് ആ രക്തബന്ധം ഒരിക്കലും മറക്കാനോ മാറ്റാനോ നമുക്ക് പറ്റില്ല. പക്ഷെ കുറ്റം പറഞ്ഞു കിടക്കുന്ന ആൾക്കാരാണ് എന്നും പുറത്താവും എന്നുള്ള കാര്യം ഓർമ്മിച്ചാൽ എല്ലാവർക്കും നല്ലത്. പിന്നെ ഞാനിങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ ആ ഷാജിദയുടെ അവസ്ഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആലോചിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒറ്റക്കാണ് അവർ ആ ഒറ്റക്ക് 5 കുട്ടികളെയും നോക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് വരണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുകയുള്ളൂ. പിന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ടും അവരുടെ ബാക്കി കാര്യങ്ങളും ഒന്നും ഞാൻ അധികം ചെയ്യാനൊന്നും പോയില്ല. എന്നാലും ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞതിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു മോശം ഒന്നും തോന്നിയിട്ടില്ല. അവർ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവർ പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ മക്കളെ പോറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. മക്കളെ അത്രയും നല്ല രീതിയിൽ തന്നെയാണ് ഷാജിദ നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനും ആ മക്കളുടെ കാര്യത്തിനും അതിനൊക്കെ വേണ്ടിയിട്ട് അവൾക്കും ഭക്ഷണം കഴിക്കണമല്ലോ, നിങ്ങൾ കൊണ്ടു കൊടുക്കൂലല്ലോ. അപ്പോൾ അവൾക്കും ജീവിക്കുന്നതിനൊക്കെ വേണ്ടി തന്നെയാണ് അവൾ നിൽക്കുന്നത്, അവൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെയെന്ന് വെച്ചാൽ സ്വന്തം വീട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഉമ്മയല്ല ആര് തന്നെയായാലും ചെറിയ മുഷിച്ചലൊക്കെ ഉണ്ടാവും. അത് എല്ലായിടത്തും നടക്കുന്ന കാര്യം തന്നെയാണ്. അത് ഷാജിദയുടെ വീട്ടിൽ മാത്രമൊന്നുമല്ല, എല്ലായിടത്തും ഉണ്ട്. ഉമ്മമാരെന്ന് പറഞ്ഞാൽ എല്ലാവരും പലരും പലതരത്തിലുള്ളവരാണ് അല്ലേ? അപ്പോൾ അവൾ അങ്ങനെയൊക്കെ പറയണമെങ്കിൽ ആ ഉമ്മ എത്രമാത്രം അവളെ ദ്രോഹിച്ചിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉമ്മയും മൂടുവാണ് അല്ലേ? അപ്പോൾ അവരെന്തായാലും നന്നാവും, എത്രയായാലും നന്നാവും, അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ ആ കുട്ടികളെ ഓർത്തിട്ടെങ്കിലും ഷാജിദേനെ നിങ്ങൾക്കൊന്ന് വെറുതെ വിട്ടൂടെ? ഒരുപാട് ആൾക്കാർ പറയുന്നത് കണ്ടു, നീ ഉമ്മേനെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. എടോ, ഉമ്മയായാലും ആ പറയുന്ന വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സ്ത്രീ കുറച്ച് ധാർഷ്ട്യത്തോടു കൂടി തന്നെ ആയിരിക്കണം പെരുമാറിയിട്ടുണ്ടാവുക. മക്കളെ എല്ലാവരും ഒരുപോലെ കാണണ്ടേ? വേർതിരിച്ചിട്ടൊക്കെ കാണുമ്പോഴല്ലേ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഷാജിദ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവളുടെ ഭർത്താവുള്ള സമയത്തൊക്കെ ഒരുപാട് പൈസയൊക്കെ ഈ ഉമ്മക്കും അനിയത്തിമാർക്കൊക്കെ വേണ്ടിയിട്ട് ചിലവാക്കിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഈ 5 പറക്കാൻ പറ്റാത്ത 5 മക്കളെയും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ആ സമയത്ത് ഒരുപാട് സപ്പോർട്ട് തന്നെയാണ് വേണ്ടത്. കുടുംബത്തിൻ്റെ ആയാലും അനിയത്തിമാരുടേതായാലും നാട്ടുകാരുടേതായാലും എല്ലാവരും സപ്പോർട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് അവളുടെ മാനസിക നില കൂടുതൽ തെറ്റിക്കുകയല്ല വേണ്ടെന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് ഇനിയും എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും അവളെ കുറ്റപ്പെടുത്താൻ എനിക്ക് തോന്നുന്നേ ഇല്ല എന്നാണ് എനിക്ക് എല്ലാവരോടുമായിട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇട്ടാലും എനിക്കൊരു പ്രശ്നവും ഇല്ല. കാരണം അവളുടെ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ ആൾക്കാർ പറയുന്നു റീച്ചിന് വേണ്ടിയിട്ട് അവളെ കുറ്റം പറയാനും അങ്ങനെയൊക്കെ നിൽക്കാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോടും പറയാനുള്ളത്. എന്തായാലും എൻ്റെ അഭിപ്രായം എനിക്കും പറയാമല്ലോ. എനിക്ക് ഇങ്ങനെയൊക്കെയാണ് തോന്നിയിട്ടുള്ളത്. ആ 5 മക്കളുടെ മുഖം കാണുമ്പോൾ തന്നെ വിഷമം തോന്നുന്നു. ആ ഷാജിദ ഉള്ളത് കൊണ്ടാണ് ആ കുട്ടികൾ ജീവിക്കുന്നത്. ഇല്ലാതൊരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ കുട്ടികളെ നിങ്ങൾ നോക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അവരുടെ ഉമ്മ എന്ന് പറയുന്ന ഷാജിദ തന്നെയാണ്. ആ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് അവൾ ജീവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു ലൈവിലുള്ളൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവൾ പറയുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം കറക്റ്റായ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ കുറച്ച് വാക്കുകളൊക്കെ കുറച്ച് അസഭ്യമായിട്ട് പറയുന്നുണ്ട്. അത് നമ്മളും പറയില്ലേ, നിങ്ങളെ വീട്ടിലൊക്കെ വന്ന് നോക്കണം, നിങ്ങളൊക്കെ ഏത് രീതിയിലാണ് സംസാരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ. എല്ലാവരും പുറത്ത് നല്ല ഇതായിരിക്കും, പക്ഷേ എല്ലാവരുടെയും വീട്ടിൽ വന്ന് നോക്കണം അവരൊക്കെ ഏത് രീതിയിലുള്ള ഭാഷയാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു ക്ലിപ്പ് കണ്ടു നോക്കാം. അതിനുശേഷം ഞാൻ ബാക്കി പറയാം. വന്നിട്ട് ആകെ 2 വർഷമായിട്ടുള്ളൂ. ഈ സോഷ്യൽ മീഡിയ അല്ല എൻ്റെ ജീവിതം. ഞാൻ 15 കൊല്ലം ജീവിച്ചത് ഇങ്ങനെ അല്ല. എൻ്റെ മക്കളുടെ കൂടെ ഈ പറയുന്ന നിങ്ങളെ ഒരു റൂമിൻ്റെ ഉള്ളില് ഭാര്യ എന്താണ്, ഉമ്മ എന്താണ്, ബാക്കിയുള്ളവരെന്താണെന്ന് പറഞ്ഞറിഞ്ഞ് ജീവിച്ച വ്യക്തിയാണ് ഞാൻ.
ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നിട്ട് അലയ്ക്കാൻ കാരണം, എടാ എനിക്കൊരു വയറിന് ഒരു ചാണ് വയറിന് എനിക്ക് കഷ്ടപ്പെടണ്ട. എനിക്ക് എവിടെങ്കിലും പോയിട്ട് ജീവിക്കാം. ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിക്കാം. ആരും എന്നെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. എല്ലാവരും എന്നെ ഏറ്റെടുക്കും. പക്ഷെ എന്നെ മാത്രമേ ഏറ്റെടുക്കുള്ളൂ. എന്റെ മക്കളെ ഏറ്റെടുക്കില്ലോ. എന്റെ മക്കൾ ഒരിക്കലും ഏറ്റെടുക്കില്ല. ഞാൻ ഉണ്ടാക്കിയതല്ലേ. കാരണം എന്റെ വയറ്റിന്ന് വന്നതല്ലേ. അപ്പോ ഞാൻ ഇട്ടിട്ട് പോണത് ശരിയല്ലല്ലോ. എന്റെ സുഖം മാത്രം, എന്റെ സുഖത്തിന് വേണ്ടി മാത്രം ഞാൻ ഇട്ടിട്ട് പോണത് ശരിയല്ലല്ലോ. എടാ എനിക്ക് ഇനി സുഖിക്കേ. എനിക്ക് 10-32 വയസ്സല്ലായിട്ടുള്ളൂ. സുഖമല്ല. എന്താ 15 കൊല്ലം ഞാൻ സുഖവും ദുഃഖവും ഒക്കെ അനുഭവിച്ചിട്ടാണ് ഈ 5 പെറ്റത്. 5 ഉണ്ടാക്കണമെങ്കിൽ വേണമല്ലോ അല്ലെ സുഖവും ദുഃഖമൊക്കെ. അപ്പൊ അത് ഞാൻ അനുഭവിച്ചിട്ട്, ഞാൻ എല്ലാം അനുഭവിച്ചിട്ടാണ് ഈ 15 കൊല്ലം ജീവിച്ചത്. അപ്പൊ സ്വന്തം പെറ്റ ഉമ്മാനെ കുറിച്ച് ഇങ്ങനെയൊക്കെ അനാവശ്യങ്ങളും വേറുള്ളത് ഞാൻ പറയണമെങ്കിൽ ഞാൻ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടെന്ന് നിനക്ക് മനസ്സിലാക്കാം. എത്രത്തോളം ഞാന് അങ്ങനെ. എന്നിട്ട് എന്റെ കേർക്ക് എപ്പോഴും പറയും, നീ കിട്ടും, നിനക്ക് കിട്ടും, നീ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലടി എന്ന് പറയും. പക്ഷെ അല്ലേ, അപ്പോഴും നമ്മൾ ചിന്തിക്കണ എന്താ അറിയോ, നമ്മുടെ കൂടപ്പിറപ്പുകളല്ലേ, നമ്മളുടെ ഉമ്മയല്ലേ. നമ്മുടെ എന്റെ അത്താനെയൊക്കെ എന്നെ വെറുപ്പിച്ച്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സത്യസന്ധമായിട്ട് പറയുന്നത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഫാമിലിയിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെയാണ് എല്ലായിടത്തും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് തന്നെ പെരുപ്പിച്ച് കാട്ടിയിട്ടാണ് കുറേ പേരൊക്കെ പറയുന്നത്. എന്ത് തന്നെയായാലും അവരുടെ വിഷമങ്ങളാണ് അവർ ആ വീഡിയോയിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും ടാറ്റ. മറക്കരുത് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്.